ഞാനിലൊരു മികച്ച നടനുണ്ട്. അത് വിനീതേട്ടൻ അത്രയും നല്ലൊരു വേണു എന്ന് പറഞ്ഞ കഥാപാത്രം കൊടുത്ത് ആ മികച്ച നടനെ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ധ്യാൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച കഥാപാത്രമായിരിക്കും വേണു. റിവ്യൂ പറയുന്നുണ്ട്. ഇത് ആക്ച്വലി സിനിമ പറയുന്ന മൂവിയാണ്. ആൻഡ് സ്വയം വിനീത് ശ്രീനിവാസനെ, പ്രണവിനെ, നെപ്പു കിഡ്സിനെ ആൻഡ് നിവിൻ വരുമ്പോൾ നിവിൻ്റെ ഡയലോഗ്സ് ഒക്കെ അടിപൊളിയാണ്. ലൈക്ക് സെൽഫ് ട്രോളിംഗ് ഉണ്ട്, പക്ഷേ അത് ഒത്തിരി എൻജോയബിൾ ആയി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ലൈക്ക് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. വർഷങ്ങൾക്ക് ശേഷം വന്നൊരു കൂട്ടായ്മയുടെ വലിയൊരു വിജയമാവട്ടെ. വിനീത് ശ്രീനിവാസൻ്റെ ട്രേഡ് മാർക്ക്, വിനീതിൻ്റെ മാജിക്ക്, അത് വിനീത് ശ്രീനിവാസൻ്റെ പടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിൽ നിറയും, വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അത് ഈ സിനിമയിലുണ്ട്. അവനെ കണ്ട ശരിക്കും ബോളാനെ പോലെയാണ്, ലാലേട്ടനെ പോലെയാണ്, കമലദർശന ലാലേട്ടനെ പോലെ. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം അത് ഇമോഷണലായി കൊണ്ടാണ് ക്ലൈമാക്സ് വരുന്നതാണ്. അത് ഇമോഷൻ അതുകൊണ്ട് തമിഴ്നാട്ടിൽ സ്ട്രീറ്റ് ആയത് നടന്ന കാര്യമാണ്. അത് കഥയാണ്, ഫുൾ സ്റ്റോറിയാണ്. അത് സൗബനായാലും പ്രണവും ധ്യാനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കോമ്പിനേഷൻ സീൻസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ധ്യാന് മേക്ക് ഓവർ ഉണ്ടല്ലോ, ഏജ്ഡായിട്ട് ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. അടിപൊളി. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും കോമഡി ഉള്ളത്. സൂപ്പർ. സെക്കൻഡ് ഹാഫ് നമ്മൾ ത്രില്ലിംഗ് ആയിട്ട് ഇരുന്ന് കാണും. സൂപ്പർ മൂവി. പടം തന്നെയാണ്. പിന്നെ നമ്മളെ കുറേ ഭാഗങ്ങളിൽ പഴയ ലാലേട്ടൻ ശ്രീനിവാസൻ ആ കോമ്പോ നമുക്ക് അങ്ങനെ ആ ഓർമ്മകളിലൊക്കെ അവരെ ഇതൊക്കെ നമുക്ക്. പിന്നെ നിവിൻ പോളിയുടെ എൻട്രിയൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ഈ സിനിമയിൽ തന്നെ ഒരു ലോഡ്ജ്മെൻറ്റ്സിൽ ഒരു ആളായിട്ട് ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. ചില ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ വന്നു പോകുന്ന ലോഡ്ജ്മെൻറ്റ്സ്, ഇവർ താമസിക്കുന്ന ലോഡ്ജിലെ ഒരാളായിട്ട് ഞാനും കൊള്ളാം. മൊത്തത്തിൽ നല്ല കണ്ടിരിക്കാൻ നല്ലൊരു സിനിമ. സ്റ്റോറി ബേസ് നന്നായിട്ടുണ്ട്. അത് എന്താണെന്ന് പറയുക, അല്ല കണ്ടു നോക്ക്. നമുക്ക് അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പടമാണ്. കോംബോ ഒക്കെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ധ്യാൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പടം വേറെ അഭിനയിച്ചു. അപ്പോൾ അതുകൊണ്ട് ധ്യാനുമായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു പിക്നിക്കിന് പോകുന്ന പോലത്തെ ഒരു സന്തോഷം. നിങ്ങളൊക്കെ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന പോലെയാണ് ഞങ്ങൾ ഷൂട്ടിനിരിക്കുന്നത്. ധ്യാൻ എപ്പോഴാണ് ഒരു കോംബോ ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല. വെറുതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, കളിയും തമാശയും പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് പോയി എന്താണ് ചെറിയൊരു ഗ്ലിസറിൻ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ധ്യാനൊക്കെ തീർച്ചയായിട്ടും ധ്യാനെ കണ്ടൊക്കെ നമ്മളൊരു അഭിനേതാവ് എന്ന നിലയിൽ പഠിക്കാൻ കുറയാണ്. അതെ, അയ്യോ, നമുക്ക് ഓരോ ദിവസവും കമലതളത്തിലെ ലാലേട്ടൻ, പിന്നെ സാഗർ കോട്ടപ്പുറം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അമൃതം ഗമയിലെ ലാലേട്ടൻ, പിന്നെ ദേവദൂതനിലെ ലാലേട്ടൻ, ഇങ്ങനെ ഓരോന്നും നമുക്ക് നമ്മൾ തന്നെ അപ്പുവിന് നോക്കി പറയാം, അപ്പു സോറി അപ്പു, നമുക്ക് നോക്കുമ്പോൾ ഇതാണ് തോന്നുന്നത്. അപ്പോൾ ശരി ഞാനെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അപ്പുവിന് തന്നെ അറിയാം അത്. പക്ഷെ അതിലും ഉപരി അപ്പുവിൻ്റേതായ ഒരു ചാമുണ്ട്. നമ്മളത് ഹൃദയത്തിൽ കണ്ടതാണ്. ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു ചാമുണ്ട്. എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ പെൺകുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട്നെസ്സും ചാമും ഉണ്ട്. അത് തന്നെയാണ് പണ്ട് ലാലേട്ടനും ഉണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും പ്രണവ് കൂടുതൽ സിനിമകൾ ചെയ്യണം. ഇപ്പോൾ ഈ സിനിമ കാണുമ്പോഴാണ് ഇതിനകത്ത് സ്കോറ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ജ്ഞാപകം എന്ന് പറഞ്ഞ പാട്ട് തുടക്കം തൊട്ട് അവസാനം വരെ ഇത് ട്രാവൽ ആവുന്നുണ്ട്. അപ്പം സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കണമെന്ന്. അയ്യോ താങ്ക് യു. അപ്പോൾ അതാണ് ആ മ്യൂസിക്. അമൃത് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അമൃത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു പ്രോഡിജി എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഒരു ജീനിയസ് ആണ്. അമൃതിന് കൂടുതൽ സിനിമകൾ കിട്ടുന്നത്.